ഹായ് ഡിയേഴ്സ്, സാഞ്ചസ് മിസ് ആണേ. നമ്മളിതാ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാവരും അതിനായിട്ട് ഈഗേർലി വെയിറ്റിംഗ് ആണെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നിങ്ങൾ 7th നിന്ന് 8th പോവാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസും കൂടി വരികയാണ്. അത് മക്കൾ മറന്നു പോകാൻ പാടില്ല. അപ്പോൾ 7th നിന്ന് 8th പോകുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോവാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ മാറ്റമാണ്. അതായത് നമ്മൾ ബേസിക് സയൻസ് എന്നുള്ള ഒറ്റ സബ്ജക്റ്റ് ആയിരുന്നില്ലേ പഠിച്ചത്. പക്ഷേ 8th മുതൽ അത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അങ്ങനെ 3 സബ്ജക്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏഗൺ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഏഗൻ്റെ ആപ്പ് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്ട്സിൽ കെമിസ്ട്രിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എങ്ങനെ കെമിസ്ട്രി, അതായത് രസതന്ത്രം, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ്, ഈ ഒരു വിഷയം എങ്ങനെ സിമ്പിളായി പഠിക്കും, അതിനെപ്പറ്റി മിസ് പറഞ്ഞുതരാം. അപ്പോൾ കെമിസ്ട്രി എന്നത് നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരു വിഷയമാണ്. അതായത് എവറിത്തിങ് അറൗണ്ട് അസ് ഇസ് കെമിസ്ട്രി. നമ്മൾ ചുറ്റും കാണുന്നതും കേൾക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളിലും കെമിസ്ട്രി ഉണ്ട്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ്, അതേപോലെ നമ്മളെ വീട്ടിലെ പാചകം ചെയ്യുന്നത് പോലും എന്താണ്? നമ്മുടെ കെമിസ്ട്രിയാണ്. ഈവൻ ഈ ഹ്യൂമൻ ബോഡിയിലും എന്തുണ്ട്? കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ ആ സബ്ജക്റ്റ് സിമ്പിൾ ആണെന്ന് തോന്നിയില്ലേ? നമുക്കൊരു പരിചയമുള്ള സബ്ജക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തില്ലേ? അത് തന്നെയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് ഈ ഡെയിലി ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ തവണ 8th പഠിക്കാനുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെമിസ്ട്രിയുടെ ഭാഷയെ അറിഞ്ഞുകൊണ്ട് പഠിക്കുക. അതായത് ലാംഗ്വേജ് ഓഫ് കെമിസ്ട്രി അറിഞ്ഞുകൊണ്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വർഷം മുതൽ പഠിക്കുന്ന സമയത്ത് കെമിക്കൽ ഫോർമുലാസ്, സിംബൽസ്, മോളിക്കുലർ ഫോർമുലാസ്, ഇക്വേഷൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഇത് കെമിസ്ട്രിയുടെ ലാംഗ്വേജ് ആണ്. കെമിസ്ട്രി പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കുക. ആദ്യം കുറച്ച് ടഫാണെന്നൊക്കെ തോന്നാം, മേ ബി ചിലപ്പോഴേ തോന്നും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട് എഴുതി പഠിച്ചോ, വായിച്ച് പഠിച്ചോ, അതിന് നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്ത് പഠിക്കും തോറും നമുക്കത് ഈസി ആയിട്ട് വരും. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളത് 8th ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. പക്ഷേ കെമിസ്ട്രി എന്നൊരു ബ്രാഞ്ചായിട്ട് പഠിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ അത് കുഴപ്പമില്ല, നമ്മൾ ഈ ഗണത് സെറ്റാക്കി എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൽ കൂടുതലായിട്ടുമുള്ളത് നമ്മുടെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റിനെയും കണക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പുതിയൊരു സബ്ജക്റ്റ് ആകുമ്പോൾ 3 സബ്ജക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാൻ ഒരുപാടുള്ളത് പോലെയൊക്കെ തോന്നും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡെയിലി എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് കവർ ചെയ്യുക. ഡെയിലി കെമിസ്ട്രി ടെക്സ്റ്റ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് കെമിസ്ട്രിയോട് ഒരു ഫോളോ ചെയ്യാം, കെമിസ്ട്രീനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് വരും. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതാ ഏഗൺ നിങ്ങൾക്ക് വേണ്ടി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്യുക, ഏഗൻ്റെ എല്ലാ ക്ലാസ്സസും അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കെമിസ്ട്രി സിമ്പിളാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതിന് വെയിറ്റ് ചെയ്യുകയാണെന്ന് മിസ്സിനറിയാം. നിങ്ങൾ റെഡി ആയിരുന്നോളൂ. ഇതാ ഏഗൺ നിങ്ങളുടെ മുന്നിൽ എത്താറായി.